പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സുഖമാണോ? ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു വ്യത്യസ്തമായ കണ്ടന്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഓണത്തിൻ്റെ സീസണൊക്കെ ആണല്ലോ. അപ്പോൾ ഓണം സീസൺ അടുക്കുന്നതിന് ഏതാണ്ട് ഒരു മാസം മുമ്പ് മുതൽ തന്നെ ചർച്ചകളിലെല്ലാം പാസ്റ്റർമാർ ഓണത്തിനെതിരെ ശക്തമായി സംസാരിച്ചുകൊണ്ട് ലൈവിലൂടെ പൊതുജനത്തെ മോശക്കാരാക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ആ വീഡിയോസ് ഒന്നും കട്ട് ചെയ്ത് ഇതിൽ ഉൾക്കൊള്ളിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. പാസ്റ്റർമാർക്ക് ഓണത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെക്കുറിച്ചും ഓണത്തെക്കുറിച്ചുള്ള എൻ്റെ വീക്ഷണങ്ങളുമാണ് ഈ ചെറിയ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതിന് മുമ്പ് ഓണം നന്നായി ആഘോഷിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. കുറിയടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, വിവിധ കലാപരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓണം ഐതിഹ്യങ്ങളെന്നും സങ്കല്പങ്ങളെന്നും ഒക്കെ ഉടലെടുത്തിട്ടുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ദൈവമക്കളാകുന്ന വിശ്വാസികളാവുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളെ ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ഓണത്തെ നാം എങ്ങനെ നോക്കിക്കാണണം എന്ന്. ഓണത്തിന് പൂക്കൾ കൊണ്ടൊക്കെ മനോഹരമായി അലങ്കരിക്കുന്നത് ചില തീവ്ര ബെന്തക്കോസ്ത് വിശ്വാസികൾക്ക് ഒരു അലർജിയായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന സർവശക്തിയുള്ള ദൈവമായ യേശു ക്രിസ്തുവാണ് ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയിലൊക്കെ സൃഷ്ടിച്ചതെന്നും ഈ മനോഹരമായ പുഷ്പങ്ങളെ സൃഷ്ടിച്ചതെന്നും എനിക്ക് ബോധ്യമുണ്ട്. ആയതിനാൽ ഈ പുഷ്പങ്ങളോടും ഈ പുഷ്പങ്ങൾ അലങ്കരിക്കുന്നതിനോടും എനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ഈ ഓണത്തിന് ലഭിക്കുന്ന ഒരാഴ്ചയോളം ലഭിക്കുന്ന ഓണ അവധികളിലാണ് ഈ പാസ്റ്റർമാർ വിവിധ പ്രാർത്ഥനാ കൂട്ടായ്മകൾ, ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ അവർക്ക് അവസരം ലഭിക്കുന്നത്. ഓണാവധികളിൽ നിന്ന് അടിവരയിട്ട് പറയട്ടെ. അപ്പോൾ അവിടെയുള്ള വിശ്വാസികൾ ആത്മാവിൽ ശക്തരായി തീരുവാനും ബലപ്പെടുവാനും സഹായിക്കുന്നത് ഈ ഓണത്തിന് ലഭിക്കുന്ന അവധികളിലൂടെയാണ്. ഇതൊന്നും ആലോചിക്കാതെയാണ് പാസ്റ്റർമാർ ഓണത്തിനെതിരെ ശക്തമായ ഭാഷയിലൂടെ അവർ ജനത്തെ പ്രകോപിപ്പിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സുവിശേഷം എന്ന് പറയുന്നത് നിർമ്മല സുവിശേഷമാണ്. സുവിശേഷം സ്നേഹത്തിൻ്റെതാണ്. അത് മാത്രം നാം ജനത്തോട് അറിയിച്ചാൽ മതിയാവും. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവരിലേക്ക് വരുവാനുള്ള വഴി. അതിനു പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പൊതുജനത്തെ പ്രകോപിപ്പിക്കരുതെന്ന് സ്നേഹത്തോടെ ഏവരെയും ഓർപ്പിക്കുക. സത്യ ദൈവത്തെ പൊതുജനങ്ങൾക്ക് അറിയില്ലെങ്കിലും അറിയുന്ന വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവർ നന്മ പ്രവർത്തികൾ ചെയ്യുന്നവരും രാജ്യത്തിന് പ്രയോജനമുള്ളവരാണെന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. യേശു ക്രിസ്തു പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ആളാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്ന ദൈവദാസൻ ആവർത്തിച്ച് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദരിദ്രരെ ഓർത്തുകൊള്ളണം. നിങ്ങൾ നന്മ പ്രവൃത്തികളും സൽപ്രവൃത്തികളും ചെയ്ത് ഫലം കായ്ക്കുന്നവരായി മാറണം. നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലൈവിലൂടെ പൊതുജനങ്ങളെ കാണിക്കൂ. നമുക്ക് ബഹുമാനവും സന്തോഷവും ലഭിക്കും. അതിനു പകരം ദയവായി ഇങ്ങനെയുള്ള പ്രകോപനമായ പ്രസംഗങ്ങൾ ആവർത്തിക്കരുതേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുക. അതുകൊണ്ട് പാസ്റ്റർമാർക്ക് ആഘോഷങ്ങളോടൊക്കെ ശക്തമായ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ അവിടെയുള്ള ലൈവുകൾ കട്ട് ചെയ്തോ മ്യൂട്ട് ചെയ്തോ നിങ്ങളുടെ വിശ്വാസികളോട് മാത്രമായി അറിയിക്കുവാൻ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു.
നന്ദി, നമസ്കാരം, സത്യമേവ ജയം.